ഫോർമുല 1 റേസിംഗ് കാറുകളുടെ മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ കുതിക്കുന്ന കാറുകൾ പെട്ടെന്ന് പിറ്റ് സ്റ്റോപ്പിലേക്ക് കയറണം. അതായത് വിലപ്പെട്ട സെക്കൻഡുകളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എന്നിട്ട് എന്തിനാ അവരതിലേക്ക് തയ്യാറാവുന്നത്? കാരണം ടയറുകൾ മാറ്റി ഇന്ധനം നിറച്ച് എൻജിൻ കൂൾ ചെയ്യാതെ റേസ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അവിടെ വണ്ടി നിർത്തുന്നത് സമയം കളയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ റേസ് ജയിക്കാനാ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് പോലത്തെ ഒരു റേസ് തന്നെ. അത് ബിസിനസ് ആണെങ്കിലും എന്ത് തൊഴിലാണെങ്കിലും നിങ്ങളുടെ ടയറുകൾ മാറ്റാനും സ്വന്തം എൻജിൻ റീചാർജ് ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? ഇങ്ങനെ സമയം കണ്ടെത്തിയില്ലാന്നെങ്കിൽ എന്ത് സംഭവിക്കാം? നിങ്ങളുടെ എൻജിൻ തകരാറിലാകും, ബേൺ ഔട്ട് സംഭവിക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റീഫൻ കവിയുടെ തത്വങ്ങളിൽ ഏറ്റവും അവസാനത്തെ തത്വമായിട്ടുള്ള ഷാർപ്പൻ ദ സോ, മൂർച്ച കൂട്ടുക. ബിസിനസ് സൈക്കോളജിയിലായാലും നമ്മുടെ ഇന്നർ പവർ കൂട്ടുന്ന കാര്യത്തിലായാലും നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അസറ്റ്, നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വിലപ്പെട്ട അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ പ്രൊഡക്റ്റോ നിങ്ങളുടെ തൊഴിലോ അല്ലെങ്കിൽ പുതിയ ഫാക്ടറിയോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല, അത് നിങ്ങൾ തന്നെ. തുടർച്ചയായിട്ട് നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചാൽ നിങ്ങളുടെ തലച്ചോർ കോർട്ടിസോൾ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോണാണ്. അത് നിങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള കഴിവിനെ തകരാറിലാക്കും, ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കും. ഒരു മരം വെട്ടുകാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുടർച്ചയായി മരം വെട്ടിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുക? അയാളുടെ എനർജിയും തീരും, കോടാലിൻ്റെ മൂർച്ചയും തീരും, അല്ലേ? വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറയും. എന്നാൽ ഇടയ്ക്ക് നിർത്തി ഒന്ന് മൂർച്ച കൂട്ടിയാലോ കുറഞ്ഞ സമയം കൊണ്ട് ഇരട്ടി മരങ്ങൾ വെട്ടാൻ കഴിയും, അല്ലേ? ഇത് തന്നെയാണ് സ്റ്റീഫൻ കവി പറയുന്നത്. നമ്മൾ നിരന്തരമായി നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കണം. ഒരു മികച്ച ലീഡർ ജീവിതത്തിൻ്റെ 4 തലങ്ങളുണ്ട്. ആ 4 തലങ്ങളും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഒന്ന് ഫിസിക്കൽ, ശാരീരികം. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊഴിലിൻ്റെ ഫൗണ്ടേഷൻ. അതിന് ആദ്യം നല്ല വ്യായാമം കൊടുക്കണം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണമെങ്കിൽ വ്യായാമം നല്ല രീതിയിൽ കൊടുക്കണം, വിശ്രമം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹാർഡ്വെയർ തകർന്നാൽ പിന്നെ വലിയൊരു ഐഡിയ, സോഫ്റ്റ്വെയറാണ്. ഓക്കെ, ഐഡിയ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറാണ്. ഈ ഹാർഡ്വെയർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ സോഫ്റ്റ്വെയർ കൊണ്ട് വലിയ കാര്യമുണ്ടോ? തകരാറിലായ ഒരു ശരീരത്തിൽ തൊഴിലായാലും ബിസിനസ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി അതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അത് അവിടെ സ്റ്റക്കാവും. അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. രണ്ടാമത്തെ കാര്യം മെൻ്റൽ. വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇന്നലെ പഠിച്ച അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് നാളത്തെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ കാലത്ത്, അല്ലേ? നിങ്ങളുടെ ബ്രെയിൻ ഫ്രഷ് ആയിട്ട് നിൽക്കണമെങ്കിൽ, നിങ്ങളുടെ ന്യൂറൽ പാത്ത് വേസ് നല്ല ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് പുതിയ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ അപ്ഡേറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? ഔട്ട് ഡേറ്റഡ് ആവും. മൂന്നാമത്തെ തരം ഇമോഷണൽ, വൈകാരികം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പവും ക്വാളിറ്റി ടൈം ചെലവഴിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ഇത് നിങ്ങളുടെ തലയിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നീ ഹാപ്പി ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെ അത് ഇരട്ടിയാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ റിസ്ക് എടുക്കണമെങ്കിൽ ആന്തരിക ധൈര്യം വേണ്ടേ? ആ ആന്തരിക ധൈര്യം കിട്ടുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നാണ്. ഈ സപ്പോർട്ടാണ് നിങ്ങളുടെ ബലം. നാലാമത്തെ കാര്യം സ്പിരിച്വൽ, ആന്തരികമായ ഊർജ്ജം. ഇതൊരു മതപരമായ കാര്യം എന്നുള്ള രീതിയിലല്ല. മെഡിറ്റേഷൻ ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കി നിർത്തുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ ഇന്നർ എനർജി സെൻറ്ററിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ, സമൂഹത്തിന് എന്തെങ്കിലും തിരികെ നൽകാൻ കൂടിയല്ലേ. അതായത് നമുക്ക് നമ്മളെക്കാൾ വലിയൊരു ലക്ഷ്യം വേണം, എന്നാലേ നമുക്ക് ജീവിതത്തിൽ ഒരു പുള്ള് കിട്ടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരും, പിന്നെ നമുക്ക് ലക്ഷ്യമില്ലാണ്ടായി പോകും. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മളെക്കാൾ വലിയ ലക്ഷ്യങ്ങളായിരിക്കണം. മിക്ക ബിസിനസ്സുകാരും പറഞ്ഞെന്താ വെച്ചാൽ, എനിക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നാണ്. എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എനിക്ക് പുസ്തകം വായിക്കാൻ സമയം കിട്ടുന്നില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. ഇവിടെ നിങ്ങൾ സമയമില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി നൽകാനൊരു സമയമില്ല, നിങ്ങളെ നവീകരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൽ മുൻഗണന നൽകുന്നില്ല. കോടാലിക്ക് മൂർച്ച കൂട്ടാൻ സമയമില്ല എന്ന മരം വെട്ടുകാരൻ്റെ അവസ്ഥ എന്താണ്? അതേ അവസ്ഥയായിരിക്കും ഇങ്ങനെ ബിസിയായി പോകുന്ന ആളുകൾക്ക്. സ്വയം റീചാർജ് ചെയ്യാൻ സമയം കണ്ടെത്താത്ത ലീഡർ, അയാൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഇന്നത്തെ നിങ്ങൾക്കുള്ള ടാസ്ക് ഇതാണ്, ദി പവർ ഹവർ. നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ വാട്സപ്പോ ഇമെയിലൊക്കെ നോക്കുന്നതിന് പകരമായിട്ട് ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി നൽകുക. 20 മിനിറ്റ് വ്യായാമം മസ്റ്റാ, 20 മിനിറ്റ് വായന,
മസ്റ്റാ. അതായത് പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക. 20 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്ലാനിങ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിരുന്നിട്ട് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കുക. ഇങ്ങനെ ദ പവർ ഹവർ, ആ 1 മണിക്കൂർ ഇപ്പം മുതൽ തീരുമാനിക്കുക, ഇത് ചെയ്തിരിക്കും. എന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരിക്കും. ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ 7 തത്വങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത് പ്രോ ആക്റ്റീവ് ആവുക, രണ്ടാമത് ലക്ഷ്യമുണ്ടായിരിക്കണം, മനസ്സിൽ അവസാനം എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായ പിക്ചർ ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, നമ്മളോടൊപ്പം മുഴുവൻ വിജയിക്കണം, വിൻ വിൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. നമ്മൾ ഒരു കാര്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളെ അവർ മനസ്സിലാക്കിയാൽ മതി. പിന്നെ സിനർജി, പല അറിവുകളും പല ക്വാളിറ്റീസുമുള്ള വ്യത്യസ്ത കഴിവുള്ള വ്യക്തികളുടെ ഒരു കൂട്ടം ഒരു ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുന്ന അവസ്ഥ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നിരന്തരമായി നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കുക. ഈ 7 കാര്യങ്ങളും വെറുതെ കേട്ട് നമ്മൾ മനസ്സിൽ നിന്ന് കളയേണ്ടതാണോ? ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ DNA മസ്റ്റ് എന്നുള്ള കാര്യം ആക്കി മാറ്റേണ്ടതാണ്, അല്ലേ? ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ DNA നിങ്ങൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ, നിങ്ങളുടെ ശീലമാക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറും. ഏതായാലും സ്റ്റീഫൻ കവിയുടെ ഈ പരമ്പര നിങ്ങൾക്ക് കുറേ ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇനിയും ഈ തത്വങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയങ്ങളിലേക്ക് കുതിക്കട്ടെ. ആൾ ദ ബെസ്റ്റ്.